ആണെന്നുള്ള ഒരു തത്വചിന്തയായിരുന്നു മോണോഫിസിറ്റിസം, അല്ലെങ്കിൽ അതിന്റെ തന്നെ മറ്റൊരു വകഭേദമായിരുന്നു ഡോസിറ്റിസം എന്ന് പറയുന്നത്. ഡോസിറ്റിസം. മിയാഫിസിറ്റിസം എന്ന് പറയുന്നത് യേശുവിന് ദൈവത്വവും മനുഷ്യത്വവും ഉണ്ടായിരുന്നു, എന്നാൽ ആ ദൈവത്വം യേശുവിന്റെ ആ മനുഷ്യത്വത്തെ കൂടെ അങ്ങ് അബ്സോർബ് ചെയ്തു. ആ ദൈവത്വത്തിന് മാത്രം ഊന്നൽ കൊടുക്കുന്ന ഒരു തത്വചിന്തയായിരുന്നു മിയാഫിസിറ്റിസം. ഡയോഫിസിറ്റിസം യേശുവിന്റെ ദൈവത്വവും മനുഷ്യത്വവും ഒരേ സമയം യേശുവിൽ ഉണ്ടായിരുന്നു എന്നുള്ള തത്വചിന്തയാണ്. അതാണ് ദിസ്വഭാവവാദം അല്ലെങ്കിൽ ഡയോഫിസിറ്റിസം എന്ന് പറയുന്നത്. ഏതാണ്ട് ആ ചിന്താധാരയുടെ തന്നെ ഇതാണ് നമ്മളൊക്കെയും പിന്തുടരുന്നത്. യേശു യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമാകുന്നു എന്നുള്ള തത്വചിന്ത. യേശു യഥാർത്ഥ മനുഷ്യനാകുന്നത് കൊണ്ട് നമുക്ക് പകരം, അല്ലെങ്കിൽ മനുഷ്യവർഗത്തിന്റെ പ്രതിനിധിയായിട്ട് പ്രായശ്ചിത്തയാഗമാകുവാൻ പൂർണ്ണമായി യോഗ്യനാകുന്നു. യേശു പാപമില്ലാത്ത പരിശുദ്ധനായിരുന്നത് കൊണ്ട് യേശുവിന്റെ ക്രൂശ് മരണം അനേകരുടെ മരണത്തിന് പ്രായശ്ചിത്തമാകുവാൻ, അനേകരുടെ മരണത്തിന് വിടുവിക്കുവാൻ, അവർക്ക് വേണ്ടി പ്രായശ്ചിത്തമാകുവാൻ പര്യാപ്തമായി. യഥാർത്ഥ ദൈവമാകുന്നത് കൊണ്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിക്കുവാൻ പ്രാപ്തനാകുന്നു. അപ്പോൾ നമുക്ക് പകരം യേശുവിന്റെ മരണം നമുക്ക് പ്രായശ്ചിത്തയാഗമാകുവാൻ യേശു യഥാർത്ഥ മനുഷ്യനായിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. അപ്പോൾ തന്നെ താൻ പാപമില്ലാത്ത പരിശുദ്ധനാകുന്നത് കൊണ്ടാണ് യേശുവിന്റെ മരണം നമുക്ക് പകരമാകുന്നത്. പ്രളയനത്തിൽ നാം പറയുന്നുണ്ട്, മനുഷ്യരുടെ ഇടയിൽ നിന്നുള്ള പുരോഹിതന്മാർ, അവരെ സംബന്ധിച്ച് അവർ ആദ്യം തങ്ങൾക്ക് വേണ്ടി തന്നെ പാപപരിഹാരത്തിനായിട്ട് യാഗമർപ്പിക്കണമായിരുന്നു. എന്നാൽ യേശു വ്യത്യസ്തനായിരുന്നു. യേശുവിൽ പാപമില്ലായിരുന്നു. അതുകൊണ്ട് തനിക്ക് വേണ്ടി തന്നെ യാഗമർപ്പിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. യേശു പരിശുദ്ധനായിരുന്നത് കൊണ്ട് യേശുവിന്റെ ക്രൂശ് മരണം നമ്മുടെ പകരമാകുവാൻ പര്യാപ്തമായി. അപ്പോൾ തന്നെ യേശു യഥാർത്ഥ ദൈവമാകുന്നത് കൊണ്ട് അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ ഉയർപ്പിക്കുവാനും പ്രാപ്തനാകും. ജീവൻ നൽകുവാൻ പ്രാപ്തൻ ദൈവം മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്. യോഹന്നാൻ 5:21, പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു. താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുവാൻ പുത്രനായ ദൈവം പ്രാപ്തനാണ്. താൻ ദൈവമായതുകൊണ്ടാണ് അത് സാധിക്കുന്നത്. ജീവൻ നൽകുവാൻ പ്രാപ്തി ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് യേശുവിന്റെ ദൈവത്വം പ്രാധാന്യമുള്ളതായി നാം കണക്കിടേണ്ടതുപോലെ തന്നെ യേശുവിന്റെ മനുഷ്യത്വം സംബന്ധിച്ച് നാം അറിഞ്ഞിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ യേശുവിന്റെ മനുഷ്യത്വം സംബന്ധിച്ച് ചില വചനഭാഗങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. യേശുവിന്റെ മനുഷ്യത്വം സംബന്ധിച്ച് ഒന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങളായിരുന്നു. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും എന്ന് പറയുന്നത് യേശു അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരെയൊക്കെയും വിടുവിച്ചു. ഞാനിങ്ങനെ ഒരു കഥ എവിടെയോ വായിച്ചിട്ടുണ്ട്. ഒരു ഹിന്ദു സെയ്റ്റ്, ഒരു സന്യാസി, അദ്ദേഹം ഇങ്ങനെ അഹിംസാവാദിയായ എല്ലാ ജീവികളെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം ഇങ്ങനെ ഒരു ഫാം ലാൻഡിൽ കൂടെ, കൃഷിസ്ഥലത്തുകൂടെ നടന്നു പോകുമ്പോൾ
അദ്ദേഹം കാണുന്ന ഒരു വലിയ ട്രാക്ടർ ഇങ്ങനെ ആ കൃഷിസ്ഥലം ഉഴുതുമറിച്ച് ഇങ്ങനെ വരികയാണ്. ആ ട്രാക്ടർ വരുന്ന വഴിയിൽ ഒരു വലിയ ഉറുമ്പിന്റെ ഒരു പൊറ്റ് കൂട് അദ്ദേഹം കാണുകയുണ്ടായി. ഈ അഹിംസാവാദിയായ സന്യാസിക്ക് വലിയ ദുഃഖം വന്നു. ഈ ഉറുമ്പുകളെ അദ്ദേഹത്തിന് രക്ഷിക്കണം. അദ്ദേഹം ആ ഉറുമ്പുകളുടെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, ആയിരക്കണക്കിന് ഉറുമ്പുകളുണ്ട്, ഓരോന്നിനെയും പെറുക്കിയെടുത്ത് മാറ്റുവാൻ സാധിക്കില്ല. ഉറുമ്പുകളോട് ഉറക്കെ പറഞ്ഞു, ഓടി മാറ്, നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഓടി മാറ്, രക്ഷയില്ല. അദ്ദേഹം മണലിൽ എഴുതി കാണിച്ചു, മാറ്, രക്ഷയില്ല. അപ്പോൾ അതിലെ പോയൊരു ബാലൻ പറഞ്ഞു, സന്യാസി, ഉറുമ്പുകൾ മനസ്സിലാക്കണമെങ്കിൽ ഉറുമ്പായി നിങ്ങളും മാറുന്നുവെങ്കിലേ ഉറുമ്പുകളോട് നിങ്ങൾക്ക് സംസാരിക്കുവാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾ അറിയുന്നില്ലേ? ഏതാണ്ട് അതുപോലെ ഈ ആശയം, ഞാൻ ആഗ്രഹിക്കുന്ന ആശയം പ്രകടമാക്കുവാൻ പൂർണ്ണമായി ഉപകരിക്കുമെന്ന് കരുതുന്നില്ല. എങ്കിൽ പോലും പറയുകയാണ്, മനുഷ്യരായ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി, നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി ദൈവം നമ്മെ പോലെ മനുഷ്യരായി, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അപ്പോൾ യേശുവിന്റെ ആ ജഡരക്തങ്ങളോട് കൂടിയ ആ ഭൗതിക ശരീരമുണ്ടായിരുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധയോടുകൂടി, അല്ലെങ്കിൽ ഒരു മനുഷ്യൻ പൂർണ്ണ യഥാർത്ഥ മനുഷ്യനായിരുന്നു എന്നുള്ളത് നാം അറിഞ്ഞിരിക്കണം. അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. യേശു നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അപ്പോൾ തന്നെ എബ്രായ ലേഖനകർത്താവ് പറയുന്ന വേറൊരു കാര്യമുണ്ട്. 4-ാം അധ്യായം 15-ാം വാക്യത്തിൽ, അവിടുന്ന് പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി. നമ്മെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി എന്ന് പറയുമ്പോൾ തന്നെ ദൈവപുത്രനായ യേശു പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി തീരുകയായിരുന്നു. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അവിടുന്ന് പരിശുദ്ധനായിരുന്നത് കൊണ്ട്, പാപമില്ലാത്തവനായിരുന്നത് കൊണ്ട് ക്രിസ്തുവിന്റെ മരണം, യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണം നമുക്ക് പകരമായി എണ്ണപ്പെടുവാൻ സാധിച്ചു. നമ്മെ രക്ഷിക്കുവാനായിട്ട് തന്റെ സ്വർഗീയ മഹിമ വിട്ട് താൻ ഈ ലോകത്തിലേക്ക് വന്നത് സംബന്ധിച്ച് ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, 2-ാം അധ്യായം 6 മുതൽ 8 വരെ, അവൻ, അതായത് പുത്രൻ, ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു. പുത്രൻ തന്നെത്താൻ താഴ്ത്തി മനുഷ്യ സാദൃശ്യത്തിലായി. കഴിഞ്ഞ ക്ലാസ്സിൽ കുറെ കൂടെ ദൈവവചനത്തിൽ നിന്ന് പറഞ്ഞുകൊണ്ട് യേശുവിന്റെ മനുഷ്യത്വത്തെ പറ്റി പറയുകയുണ്ടായി. നമുക്ക് അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഇന്ന് ഞാൻ ഇത്രയും ഒന്ന് ആവർത്തിച്ചത്. എല്ലാം ഇനി ആവർത്തിക്കാൻ സമയമില്ല. അപ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം, പുത്രൻ ഈ ഭൂമിയിലായിരുന്നപ്പോഴും താൻ മനുഷ്യനായിരുന്നപ്പോൾ തന്നെയും താൻ ദൈവമായിരുന്നു, താൻ ആരാധന സ്വീകരിപ്പാൻ യോഗ്യനായിരുന്നു. താൻ ദൈവമാകുന്നു എന്ന് വെളിപ്പെടുത്തുന്ന നിരവധി ഐ ആം സ്റ്റേറ്റ്മെന്റ്സ്, ഞാനാകുന്നു എന്നുള്ള പ്രസ്താവനകൾ നമ്മുടെ കർത്താവ് നിരവധി തവണ അരുളി ചെയ്തിട്ടുണ്ട്. ഞാനാകുന്നു. യോഹന്നാന്റെ സുവിശേഷം മാത്രം എടുത്താൽ അതിനകത്ത് ഏതാണ്ട് 8 തവണ ഞാനാകുന്നു എന്നുള്ള പ്രസ്താവന കാണാം. 6-ാം അധ്യായം 35-ാം വാക്യം, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ്, ഞാൻ ജീവന്റെ അപ്പമാകുന്നു. 8:12, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. 10-ാം വാക്യം, 10-ാം അധ്യായം 27-ാം വാക്യം, അറ്റ് ദ ഗേറ്റ് ഓഫ് ദി, എന്താണ് 10-27-ാം വാക്യം, ഞാൻ ആടുകളുടെ വാതിലാകുന്നു. ആടുകളുടെ വാതിലാകുന്നു, ഗേറ്റ് ഓഫ് ദ ഷീപ്പ്.
10:8. ഞാൻ ആടുകളുടെ വാതിലാകുന്നു, ഞാൻ വാതിലാകുന്നു. 10:11 വാക്യം, ഞാൻ നല്ല ഇടയനാകുന്നു. 10:7-8 വാക്യങ്ങൾ ആണ് ആടുകളുടെ വാതിലാകുന്നു എന്ന് പറയുന്നത്. ആടുകളുടെ വാതിലാകുന്നു എന്ന് 10:7-8 വാക്യങ്ങൾ പറയുന്നു. 11 വാക്യത്തിൽ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു. ഐ ആം ദ ഗുഡ് ഷെപ്പേർഡ്. 11:25, ഐ ആം ദ റിസറക്ഷൻ ആൻഡ് ലൈഫ്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. 14-6 വാക്യം, ഐ ആം ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. 15:1, ഐ ആം ദ ട്രൂ വൈൻ. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. ഇപ്പൊ എത്രണ്ണമായി? 7 ഞാൻ പറഞ്ഞു. ഈ ഐ ആം എന്നുള്ള പ്രസ്താവന കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ആകുന്നു എന്ന് കേൾക്കുമ്പോൾ, നമുക്കൊരു സാധാരണ പ്രസ്താവനയായിട്ടേ തോന്നത്തുള്ളൂ. എന്നാൽ യഹൂദന്മാർ അതിനെ എങ്ങനെ കണ്ടിരുന്നു എന്ന് അറിയണമെങ്കിൽ 8-ാം അധ്യായം 58-ാം വാക്യത്തിൽ യേശു പറയുന്നുണ്ട്. 8-ന്റെ മലയാളത്തിൽ പറഞ്ഞിരിക്കുന്ന 8-58-ൽ അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടെന്നാ പറയുന്നത്. പക്ഷെ അത് ശരിയായി പറഞ്ഞിരിക്കുന്നത് ബിഫോർ അബ്രഹാം വാസ് ഐ ആം. അബ്രഹാം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാനാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ജനത്തിന്റെ പ്രതികരണം എന്താണ്? ജനത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? അവരെറിയുവാൻ കല്ലെടുക്കുന്നത് എപ്പോഴും ദൈവദൂഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ് എറിയുവാൻ കല്ലെടുക്കുന്നത്. അപ്പോൾ താൻ ദൈവമാണെന്ന് ക്ലെയിം ചെയ്യുകയാണ് എന്നുള്ളത് മനസ്സിലാക്കിയത് കൊണ്ടാണ് യഹൂദന്മാര് കല്ലെടുത്തത്. ഞാനാകുന്നു എന്നുള്ള ആ പ്രയോഗം മോശയോട് ദൈവം വെളിപ്പെടുത്തിയ തന്റെ വിശിഷ്ടമായ നാമമാണ്. മോശ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളാണ് ഇവിടെ സ്ക്രീനിൽ കാണുന്നത്. പുറപ്പാട് പുസ്തകം 3:13-14. അവിടെ മോശ പറയുന്നുണ്ട്, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ചെന്ന് നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവന്റെ നാമം എന്തെന്ന് അവർ എന്നോട് ചോദിച്ചാൽ ഞാൻ അവരോട് എന്ത് പറയണമെന്ന് ചോദിച്ചു. അതിന് ദൈവം മോശയോട്, ഞാനാകുന്നവൻ ഞാനാകുന്നു, ഞാനാകുന്നു എന്നുള്ളവൻ എന്നെ നിങ്ങളുടെ അടുക്കൽ അയച്ചിരിക്കുന്നു. മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തിയ ആ വിശേഷപ്പെട്ട നാമം, അത് എബ്രായ ഭാഷയിൽ പറയുന്നത് യഹിയേ അഷർ യഹിയേ, ഞാനാകുന്നവൻ ഞാനാകുന്നു. ആ നാമമാണ് യാഹെന്നും യഹോവ എന്നും ഒക്കെ പറയുന്ന നാമം. യഹിയേ അഷർ യഹിയേ, ഞാനാകുന്നവൻ ഞാനാകുന്നു. കർത്താവ് ബിഫോർ അബ്രഹാം വാസ് ഐ ആം എന്നോ, ഐ ആം ദ വേ ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ് എന്നോ, ഐ ആം ദ ട്രൂ വൈൻ എന്നോ ഒക്കെ പറയുമ്പോൾ, ഐ ആം ദ ബ്രെഡ് ഓഫ് ലൈഫ് എന്ന് പറയുമ്പോൾ യഹൂദന്മാർക്ക് മനസ്സിലാകുന്നു ഇത് യേശു തന്റെ ദൈവത്വം സംബന്ധിച്ച് നടത്തുന്ന ക്ലെയിമാണെന്നുള്ളത്, വ്യക്തമായ പ്രസ്താവനയാണെന്ന്. അതുകൊണ്ടാണ് നമ്മൾ 8-ാം അധ്യായത്തിൽ യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58-59 വാക്യങ്ങൾ കാണുമ്പോൾ യേശുവിനെ കല്ലെറിയുവാൻ അവർ പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ യേശു യഥാർത്ഥ ദൈവമാകുന്നു എന്നുള്ളത് ഇന്ന് പലരും ചോദിക്കുന്നതാണ്. യേശു അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? യേശു പറഞ്ഞിട്ടുണ്ട്. യേശു പറഞ്ഞിരിക്കുന്നത് യഹൂദന്മാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ യേശു പറഞ്ഞിരിക്കുന്നതാണ് നമ്മളെ കണ്ടത്. ഇനി ബൈബിളിൽ അങ്ങനെയുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട്.
യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്ന തന്നെ യേശുവിനെ പറ്റി പറയുന്നത് ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുന്ന് അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് തന്റെ ലേഖനങ്ങളിൽ യേശു ദൈവമാണെന്ന് പൂർണ്ണമായി വെളിപ്പെടുത്തുന്ന പല വാക്യങ്ങളും നമ്മൾക്ക് കാണുന്നുണ്ട്. റോമർ 9:5 അവിടെ പൗലോസ് പറയുന്നുണ്ട്, പിതാക്കന്മാരും അവർക്കുള്ളവർ തന്നെ ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ, എന്നേക്കും വാഴ്ത്തപ്പെടുവാൻ അല്ലെങ്കിൽ ആരാധന സ്വീകരിപ്പാൻ യോഗ്യനായിരിക്കുന്ന സകലത്തിന് മീതെ ദൈവമായിരിക്കുന്നവനാണ് ക്രിസ്തുവെന്ന് പൗലോസ് അപ്പോസ്തലൻ അവിടെ വ്യക്തമായി പ്രസ്താവിച്ചിട്ടുണ്ട്. ഇനി നോക്ക്, തീത്തോസിന് എഴുതുന്ന ലേഖനത്തിൽ 2-ാം അധ്യായത്തിന്റെ 11 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ അവിടെയും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, യേശു ദൈവമാണ്, മഹാദൈവമാണ്. മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസ്സുള്ള പ്രത്യക്ഷതയ്ക്കായിട്ട് നാം കാത്തിരിക്കുന്നവരാണ്. അവൻ സർവത്തിന് മീതെ ദൈവമായിരിക്കുന്നു, അവിടുന്ന് മഹാദൈവമായിരിക്കുന്നു എന്ന് പൗലോസ് ആവർത്തിച്ച് പറയുകയാണ്. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 15 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെയും യേശു അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാകുന്നുവെന്ന് പറയുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പം ദൈവം അദൃശ്യനാണ്, അദൃശ്യനായ ദൈവമാണ്. അദൃശ്യനായ ദൈവത്തെ ഇന്ദ്രിയഗോചരമായി വെളിപ്പെടുത്തിയിരിക്കുന്ന വ്യക്തിത്വമാണ് യേശു. He is the image of the invisible God. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാകുന്നു. അവൻ മുഖാന്തരം സകലവും സൃഷ്ടിക്കപ്പെട്ടു. അവൻ സർവത്തിനും മുമ്പേ ഉള്ളവൻ, അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. He is before all things and in him all things hold together. യേശു തന്നെ ദൈവമാകുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ ഈ വചനഭാഗത്തിലൂടെയും വെളിപ്പെടുത്തുകയാണ്. ഇനി പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം നമ്മൾ എടുത്താൽ 2 പത്രോസ് 1:1 ഇവിടെ മലയാള പരിഭാഷയിൽ പറയുന്നത് നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെയും എന്നാണ് കാണുന്നത്. പക്ഷെ നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ എടുത്ത് നോക്കണം, അവിടെ പറഞ്ഞിരിക്കുന്ന അവർ ഗോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്, നമ്മുടെ ദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തു എന്നാണ് പത്രോസ് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിൽ നിങ്ങൾക്കത് കാണുവാൻ സാധിക്കും. നിങ്ങൾ ഗ്രീക്ക് ഭാഷ വായിക്കാൻ അറിയാവുന്നവർ അവിടെ നോക്കിയാലും കാണാം. അവർ ഗോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്, നമ്മുടെ ദൈവത്തിന്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ എന്നല്ല, നമ്മുടെ ദൈവവും രക്ഷിതാവുമായ യേശു ക്രിസ്തു എന്നാണ് പത്രോസ് അവിടെ എഴുതുന്നത്. 2 പത്രോസ് 1:1. അതെല്ലാം പുതിയ നിയമത്തിലല്ലേ? പണ്ടൊരു എന്നെ വളരെ സ്നേഹിക്കുന്ന, ഞാൻ വളരെ സ്നേഹിക്കുന്ന ഒരു വിദ്യാർത്ഥി നമുക്കുണ്ടായിരുന്നു. പുള്ളി കത്തോലിക്ക പാരമ്പര്യത്തിൽ നിന്ന് വന്നൊരു വ്യക്തിയായിരുന്നു. പുള്ളി പറയായിരുന്നു, പൗലോസ് എഴുതിയിട്ടുള്ളതല്ലേ ഞാൻ വിശ്വസിക്കുന്നില്ല, ബാക്കി അപ്പോസ്തലന്മാർ പറയുന്ന വിശ്വസിക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ പത്രോസ് പറയുന്നു, യോഹന്നാൻ പറയുന്നു, ഇനി ഒന്നും വേണ്ട, ഇവരെ ആരെയും വിശ്വസിക്കേണ്ട. യേശുവിന്റെ ജനനത്തിനും 750 വർഷങ്ങൾക്ക് മുൻപ് യെശയ്യാ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അവൻ വീരനാം ദൈവമാണ്. യേശുവിന്റെ ജനനത്തിന് 750 വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേലിലെ പ്രവാചകനായിരുന്ന, വലിയ പ്രവാചകനായിരുന്ന യെശയ്യാവ് വരുവാനുള്ള, ജനിക്കുവാൻ പോകുന്ന ശിശുവിനെ പറ്റി, ആ രക്ഷകനെ പറ്റി പറയുകയാണ്. നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്ക് ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കും. ജീസസ് ഈസ് അവർ ഗോഡ് ആൻഡ് സേവിയർ. യേശു നമ്മുടെ ദൈവവും രക്ഷിതാവുമാണ്. യേശു യഥാർത്ഥ ദൈവമാണ്, യഥാർത്ഥ മനുഷ്യനുമായിരുന്നു. യേശു ദൈവമായിരുന്നത് കൊണ്ടാണ് യേശു ആരാധന സ്വീകരിക്കുന്നതായി കാണുന്നത്. യേശുവിന്റെ കാൽക്കൽ വീണ്, ആ കല്ലറവാതിക്കൽ വെച്ച് വീണ് നമസ്കരിച്ച സ്ത്രീകൾ നാം കാണുന്നുണ്ട്.
അതുപോലെ അപ്പോസ്തലനായ തോമസ് യോഹന്നാന്റെ സുവിശേഷം 20-ാം 28-ാം വാക്യത്തിൽ എന്റെ കർത്താവും ദൈവവുമായുള്ളവേ, ഒരു യഹൂദനാണ്. യഹൂദനായ തോമസ് അങ്ങനെ ചുമ്മാതെ കയറി ആരെയും കയറി ദൈവം എന്നൊന്നും വിളിക്കത്തില്ല. തോമസ് വിളിക്കുകയാണ് എന്റെ കർത്താവും ദൈവവുമായുള്ളവേ എന്ന് പറഞ്ഞ് നമസ്കരിക്കുമ്പോൾ താൻ ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ട് താൻ ആ വാക്കുകൾ തള്ളിക്കളയാതെ സ്വീകരിക്കുകയാണ് ചെയ്തത്. യേശു യഥാർത്ഥ മനുഷ്യനായിരിക്കുമ്പോൾ തന്നെ യഥാർത്ഥ ദൈവമാവുന്നു. ദൈവത്തെ പറ്റി കൂടുതൽ നമ്മൾ പഠിക്കും. യേശുവിന്റെ മനുഷ്യത്വത്തെ പറ്റി ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ചിന്തിക്കണം. യേശുവിന്റെ വിർജിൻ ബർത്ത് അല്ലെങ്കിൽ ദ വിർജിൻ ബർത്ത് ഓഫ് ജീസസ്, യേശുവിന്റെ കന്യകാജനനം, യേശുവിന്റെ കന്യകാജനനത്തെ പറ്റി ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 1-18 വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്, എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈ വണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. ആ പറയിട്ടിരിക്കുന്ന ഭാഗം ശ്രദ്ധിക്കണം. യേശു ക്രിസ്തുവിന്റെ ജനനം അത് സംബന്ധിച്ച് പറയുകയാണ്, അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി. അതിന് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 20-21 വാക്യങ്ങൾ 20-21 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, കർത്താവിന്റെ ദൂതൻ അവന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, ദാവീദിന്റെ മകനായ യോസേഫേ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അവൾ ഒരു മകനെ പ്രസവിക്കും, അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കൊണ്ട് നീ അവന്റെ യഹോശുവ എന്ന് പേരിടണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ആ പേരിന്റെ കാര്യമൊക്കെ വിവരിച്ചതാണ്, ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ മറിയയിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നുവെന്ന് ആവർത്തിച്ച് ദൂതൻ പറയുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം 35-ാം വാക്യത്തിൽ, ലൂക്കോസ് 1:35, അതിന് ദൂതൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. മറിയോട് ദൂതൻ പറയുന്നതാണ്, ആദിയിൽ സകലവും അന്ധകാര നിബിഡമായിരുന്ന ലോകത്ത് ദൈവത്തിന്റെ ആത്മാവ് പരിവർത്തിച്ചു കൊണ്ടിരുന്നത് പോലെ ഇവിടെ ഇതാ മറിയയുടെ മേൽ പരിശുദ്ധാത്മാവ് വരുന്നു, അത്യുന്നതന്റെ ശക്തി അവളുടെ മേൽ നിഴലിടുന്നു, അവളിൽ ഒരു വിശുദ്ധ പ്രജ ഉൽപാദിതമാകുന്നു. ലൂക്കോസ് 3:23 നാം കാണുന്നു, യേശുവിനെ തന്റെ പ്രവൃത്തി ആരംഭിക്കുമ്പോൾ ഏകദേശം 30 വയസ്സായിരുന്നു. അവൻ ജോസഫിന്റെ മകനെന്ന് ജനം വിചാരിച്ചു. ജനം അങ്ങനെ വിചാരിച്ചു. യഥാർത്ഥത്തിൽ അവൻ ജോസഫിന്റെ മകനായിരുന്നു? അല്ല, യോസഫ് അവന്റെ വളർത്തച്ഛൻ മാത്രമായിരുന്നു. യേശുവിന്റെ കന്യകാ ജനനത്തിന്റെ പ്രാധാന്യം, ചില കാര്യങ്ങൾ നാം അറിഞ്ഞിരിക്കേണ്ടത്. യേശുവിന്റെ കന്യകാ ജനനത്തിന്റെ പ്രാധാന്യം നിങ്ങൾ ഈ നോട്ട് എന്റെ കൂടെ എഴുതുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. ഒന്ന്, രക്ഷയ്ക്കായുള്ള ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തിയായിരുന്നു. രക്ഷയ്ക്കായുള്ള ദൈവിക വാഗ്ദത്തത്തിന്റെ നിവർത്തി. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ മനുഷ്യവർഗത്തോടുള്ള ദൈവത്തിന്റെ മഹത്തായ വാഗ്ദത്തം നാം കാണുന്നു. അവിടെ ദൈവം പറയുന്നു, ഞാൻ നിനക്ക് സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും, അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തല തകർക്കുമെന്നുള്ള വാഗ്ദത്തം തല അധികാരത്തെ കാണിക്കുന്നതാണ്. തല അധികാരത്തെ കാണിക്കുന്നതാണ്. സ്ത്രീയുടെ സന്തതി പിശാചിന്റെ തല തകർക്കും. എബ്രായ ലേഖനത്തിൽ നമ്മൾ കേട്ടു, മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്ന് എന്താ പറഞ്ഞത്? മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട്
അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. കാലസമ്പൂർണത വന്നപ്പോൾ സ്ത്രീയുടെ സന്തതിയായി അവൻ വന്നു. സ്ത്രീയുടെ സന്തതിയായി വന്നു. മരണത്തിന്റെ അധികാരിയായ പിശാചിന്റെ തല തകർക്കുക എന്ന് പറഞ്ഞാൽ അവന്റെ ആധിപത്യത്തിന് അറുതി വരുത്തുന്നു. സ്ത്രീയുടെ സന്തതി എന്നേക്കുമായി അവന്റെ ആധിപത്യത്തിന് അറുതി വരുത്തുമെന്ന് അവിടെ വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. സൗണ്ട് മ്യൂട്ട് ചെയ്യാം. അവിടെയാണ് സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചത് നിമിത്തം മനുഷ്യൻ ചതിമോഹങ്ങളാൽ വഷളായി പിശാചിന്റെ അടിമത്വത്തിലേക്ക് വീണുപോയി. ചതിമോഹങ്ങളാൽ വഷളായി പിശാചിന്റെ അടിമത്വത്തിലേക്ക് വീണുപോയി. അങ്ങനെ വീഴ്ച ഭവിച്ച മനുഷ്യനെ വീണ്ടെടുക്കുവാൻ സ്ത്രീയുടെ സന്തതി വാഗ്ദത്തം ചെയ്യപ്പെട്ടു. ആ വാഗ്ദത്തം മറിയയുടെ ഉദരത്തിൽ പരിശുദ്ധാത്മാവിനാൽ ഉരുവായ വിശുദ്ധ പ്രജയായ യേശുവിലൂടെ നിറവേറി. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിന്റെ 4-5 വാക്യങ്ങളിൽ പൗലോസ് അത് എഴുതിയിട്ടുണ്ട്. ഗലാത്യർ 4:4-5 ഒന്ന് വായിച്ചാട്ടെ. ഗലാത്യർ 4:4-5. കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചതെന്നല്ല, നിയോഗിച്ചയച്ചത്. അങ്ങനല്ലേ? നിയോഗിച്ചയച്ചത്. നമ്മൾ ആ പദങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ചു വായിക്കണം. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു. എന്തിനാ? നമ്മെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന്. കന്യകാജനത്തിന്റെ പ്രാധാന്യം ഒന്ന്, രക്ഷയ്ക്കായിട്ടുള്ള ദൈവിക വാഗ്ദത്തത്തിന്റെ നിവൃത്തി, ആ സ്ത്രീയുടെ സന്തതി എന്നുള്ള വാഗ്ദത്തം നിവൃത്തിയാകാൻ. രണ്ടാമത്, യേശുവിന്റെ സമ്പൂർണ്ണ ദൈവത്വവും സമ്പൂർണ്ണ മനുഷ്യത്വവും ഒരുമിച്ച് നിലകൊള്ളുവാൻ ഇടയാക്കി. യേശുവിന് വേണമെങ്കിൽ ഒരു യൗവനക്കാരനായി ഒരു പൂർണ്ണ മനുഷ്യരൂപം പൂണ്ട് സ്വർഗത്തിൽ നിന്ന് നേരെ ഭൂമിയിലേക്ക് ഇറങ്ങി വരാമായിരുന്നു. നേരെ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഒരു ശരീരത്തോടു കൂടി ഇറങ്ങി വരാമായിരുന്നു. എന്നാൽ യേശു ആദാമ്യ വംശത്തിൽ ജനിക്കേണ്ടത് ആവശ്യമായിരുന്നു, അനിവാര്യമായിരുന്നു. അതാണ് മുമ്പ് എബ്രായ ലേഖനത്തിൽ കണ്ടത്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി. അതുകൊണ്ടാണ് മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കുവാൻ സാധിച്ചത്. ലേഖനം 2:17 വാക്യത്തിൽ പറയുന്നു, അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. നാം ഏത് അവസ്ഥയിൽ കൂടെയാണ് ജീവിച്ച് കടന്നു വരുന്നത്, അതേ അവസ്ഥയിൽ കൂടെ നമുക്ക് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. അവിടെ എബ്രായർ 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല യേശു ഭൂമിയിൽ വന്നത്. വീണുപോയ ദൂതന്മാരെ സംരക്ഷിക്കുവാൻ ദൈവത്തിന്, അല്ലെങ്കിൽ അവരെ വീണ്ടെടുക്കുവാൻ ദൈവത്തിന് യാതൊരു പദ്ധതിയുമില്ല എന്നാണ് ദൈവത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നത്. പത്രോസിന്റെ 2-ാം ലേഖനത്തിലും യൂദയുടെ ലേഖനത്തിലും ഒക്കെ പറയുന്നുണ്ട്, പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് നരകത്തിലാക്കി ന്യായവിധിക്കായി കാപ്പാനേൽപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ദൈവത്തിന്റെ ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാൻ ഒരു പദ്ധതിയല്ല, എന്നാൽ അബ്രഹാമിന്റെ സന്തതിയെ,
അബ്രഹാമിന്റെ സന്തതി ആരാ? ഗലാത്യർ 3:7 പറയുന്നുണ്ട്, വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. ഗലാത്യർ 3:7, വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. അപ്പോൾ അബ്രഹാമിനെ പോലെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരെ, അല്ലെങ്കിൽ നമുക്ക് വെളിപ്പെട്ടിരിക്കുന്ന നമ്മുടെ കർത്താവായ, നമ്മുടെ വീണ്ടെടുപ്പുകാരനായ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നവരെ രക്ഷിക്കുവാൻ യേശു അവരെ പോലെ ആദാമ്യ വംശത്തിൽ കന്യകാപുത്രനായി ജഡമെടുത്തു. അങ്ങനെ ദൈവപുത്രനായ യേശു മറിയയുടെ ഉദരത്തിൽ ഉരുവായതിലൂടെ ഒരു യഥാർത്ഥ മനുഷ്യനായി ജഡമെടുത്തു. അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ, അതായത് വിശ്വസിക്കുന്ന മനുഷ്യരുടെ രക്ഷയ്ക്കായി പ്രായശ്ചിത്തയാഗമാകേണ്ടതിന് ദൈവപുത്രൻ അവരോട് സദൃശനായി ജനിക്കേണ്ടത് അനിവാര്യമായിരുന്നു. സാധാരണ ശിശുക്കൾ ജനിക്കുന്നത് പോലെ സ്ത്രീ പുരുഷ ബന്ധത്തിലൂടെ ജനിച്ചിരുന്നുവെങ്കിൽ യേശുവിനെ ഒരു യഥാർത്ഥ ദൈവമായി കാണുവാനാവില്ലായിരുന്നു. എന്നാൽ പരിശുദ്ധാത്മാവ് മറിയയുടെ മേൽ വരികയും അത്യുന്നതന്റെ ശക്തി അവളുടെ മേൽ നെല്ലിടുകയും ചെയ്യുകയല്ല, യേശുവിന്റെ ജനനം സംഭവിച്ചു. അതുകൊണ്ട് യേശു ഒരു വിശുദ്ധ പ്രജയായിരുന്നു. അതായത് യേശു ഒരു മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനായി പരിശുദ്ധനായിരുന്നു. അവിടുന്ന് യഥാർത്ഥ മനുഷ്യനായിരുന്നപ്പോൾ തന്നെ അവിടുന്ന് ആദാമ്യ പാപം യേശുവിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ദൈവമാകിയാൽ വിശ്വസിക്കുന്നവരെ തന്റെ ജീവൻ നൽകി രക്ഷിക്കുവാൻ ദൈവത്തിനായ യേശു പ്രാപ്തനുമാണ്. കന്യകാജനനത്തിലൂടെ സമ്പൂർണ്ണ ദൈവത്വവും സമ്പൂർണ്ണ മനുഷ്യത്വവും ഒന്നിച്ച് നിലകൊള്ളുന്നു. മൂന്നാമത്, കന്യകാജനനത്തിലൂടെ പാപമില്ലാത്തവനായി ജഡമെടുക്കുവാൻ സാധിച്ചു. കന്യകാജനനത്തിന്റെ മൂന്നാമത്തെ പ്രാധാന്യം ശ്രദ്ധിക്കണം. പാപമില്ലാത്തവനായി, ഇൻഹെറിറ്റഡ് സിൻ, പാരമ്പര്യമായി ലഭിച്ചിരിക്കുന്ന പാപം, അല്ലെങ്കിൽ ജന്മപാപം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഒറിജിനൽ സിൻ, ആദാമ്യ പ്രകൃതം, അത് സകല മനുഷ്യരിലും ഉണ്ടായിരിക്കുമ്പോൾ മാനുഷിക പിതൃത്വമില്ലാത്തത് നിമിത്തം യേശുവിൽ ആ പാപം ഉണ്ടായിരുന്നില്ല. അതാണ് മറിയയോട് ഗബ്രിയേൽ പറയുന്നത്, ലൂക്കോസ് 1:35, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇവിടെ പിതാവിൽ നിന്നുള്ള പാപം യേശുവിലില്ല. അപ്പൊ പിന്നെ മാതാവായ മറിയയിൽ നിന്നുള്ള പാപം ഉണ്ടാകില്ല എന്നൊരു സംശയം ഉണ്ടാകാറുണ്ട്. അതിന് റോമൻ കാത്തലിക് ചർച്ച് പറയുന്ന ഒരു എക്സ്പ്ലനേഷനാണ് ഇമ്മാക്യുലേറ്റ് കൺസെപ്ഷൻ ഓഫ് മേരി. മേരിയെ സംബന്ധിച്ച് മേരിക്ക് ജന്മപാപരഹിതമായി ജനിച്ചവളായിരുന്നു അവൾ എന്നൊരു അൺബിബ്ലിക്കൽ തോട്ട്. യേശുവിനേക്കാൾ ഒരുപടി അപ്പുറത്ത് മാറ്റി മേരിക്ക് ജന്മപാപമില്ലായിരുന്നു. ദാറ്റ് ഈസ് ആൻ അൺബിബ്ലിക്കൽ, അൺറീസണബിൾ തോട്ട്. യുക്തിരഹിതമായ ഒരു ചിന്തയും വചനവിപരീതമായ ഒരു ചിന്തയുമാണ് ഇമ്മാക്യുലേറ്റ് കൺസെപ്ഷൻ ഓഫ് മേരി എന്ന് പറയുന്നത്. മറിയയുടെ മാതാപിതാക്കൾ നിമിത്തമുള്ള പാപം അവളിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ പാപം യേശുവിലേക്ക് വരില്ലേ എന്നുള്ള ചോദ്യം, അതിന്റെ ഉത്തരമാണ് ഗബ്രിയേൽ പറയുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നേരിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. പരിശുദ്ധാത്മാവിന്റെ ശക്തി മറിയയുടെ മുഖാന്തരമുള്ള പാപത്തെ തടഞ്ഞു നിർത്തി. ഉൽപ്പത്തി പുസ്തകം 1:1-3 വരെയുള്ള വാക്യത്തിൽ പറയുന്നു, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി പാഴായും ശൂന്യമായിരുന്നു, ആഴത്തിന്മീതെ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടായി. വെള്ളത്തിന്മീതെ, അന്ധകാരത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്ന ആ പരിശുദ്ധാത്മാവ് മറിയയുടെ ഉദരത്തിൽ പരിവർത്തിച്ചു. പരിശുദ്ധാത്മാവിന്റെ ശക്തി മറിയ മുഖാന്തരം ഉണ്ടായിരുന്ന പാപങ്ങളെ തടഞ്ഞു നിർത്തി ഒരു വിശുദ്ധ പ്രജയെ രൂപപ്പെടുത്തിയെന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കന്യകാജനനത്തിലൂടെ ആ ഒറിജിനൽ സിൻ, ഇൻഹെറിറ്റഡ് സിൻ യേശുവിൽ ഉണ്ടായിരുന്നില്ല. നാലാമത്തെ പോയിന്റ്, കന്യകാജനനത്തിന്റെ
ഈ മൂന്ന് കന്യകാജനത്തിന്റെ പ്രാധാന്യം സംബന്ധിച്ച് 3 കാര്യങ്ങൾ ഓർക്കുക. രക്ഷിക്കാനുള്ള ദൈവിക വാഗ്ദത്തത്തിനെ നിർത്തി സമ്പൂർണ്ണ ദൈവത്വവും സമ്പൂർണ്ണ മനുഷ്യത്വവും ഒന്നിച്ച് നിലകൊള്ളുവാൻ ഇടയാക്കി പാപമില്ലാത്തവനായി യേശുവിന് ജനിക്കുവാൻ സാധിച്ചു. അടുത്ത പോയിന്റ്, ഹ്യൂമൻ വീക്ക്നെസ്സസ് ആൻഡ് ലിമിറ്റേഷൻസ്, മാനുഷിക ബലഹീനതകളും പരിമിതികളും. യേശു ഒരു യഥാർത്ഥ മനുഷ്യനായിരുന്നത് കൊണ്ട് മാനുഷിക ബലഹീനതകളും പരിമിതികളും യേശുവിനുണ്ടായിരുന്നു. മാനുഷിക ബലഹീനതകളും പരിമിതികളും യേശുവിന് ഉണ്ടായിരുന്നു. ഒന്നാമത്, യേശുവിനൊരു മനുഷ്യ ശരീരമുണ്ടായിരുന്നു. സാധാരണ ശിശു പിറക്കുന്നത് പോലെ യേശു പിറന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം കാണുന്നു, അവൾ ആദ്യജാതനായ മകനെ പ്രസവിച്ചു, ശീലകൾ ചുറ്റി, വഴിയമ്പലത്തിൽ അവർക്ക് സ്ഥലമില്ലാകിയാൽ പശുത്തൊട്ടിയിൽ കിടത്തി. നമ്മുടെ പാട്ടുകാരൊക്കെ പാടുന്നത് പോലെയും ഇന്ന് നമ്മൾ കേൾക്കുന്നത് പോലെയും പശുത്തൊട്ടിയിൽ പ്രസവിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയല്ല, പശുത്തൊട്ടിയിൽ കിടത്തി എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ ഒരു സാധാരണ ശിശു പിറക്കുന്നത് പോലെ യേശുവിന്റെ ജനനം സംഭവിക്കുകയാണ്. അതുപോലെ ഒരു സാധാരണ ശിശു, മനുഷ്യ ശിശു വളരുന്നത് പോലെ വളർന്നു. ലൂക്കോസ് 2-ന്റെ 40-ാം വാക്യം, അവിടെ നാം കാണുന്നുണ്ട്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, ദൈവകൃപയും അവന്മേലുണ്ടായിരുന്നു. ഒരു സാധാരണ ശിശു വളരുന്നത് പോലെ യേശു വളരുവാനിടയായി. ലൂക്കോസ് 2-ന്റെ 52-ാം വാക്യം, അവിടെ നാം വായിക്കുന്നു, പിന്നെ അവൻ മാതാപിതാക്കളോടുകൂടെ ഇറങ്ങി നസ്രത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവന്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്ന. അപ്പോൾ യേശുവിന് ഒരു സാധാരണ ശിശുവിനെ പോലെ യേശു ജനിച്ചു, വളർന്നു. മാത്രമല്ല, യേശുവിന് ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു. മനുഷ്യപ്രകൃതത്തിൽ തനിക്ക് ക്ഷീണം അനുഭവപ്പെട്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, യോഹന്നാൻ 4-ന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സുഖാർ എന്ന ശമരിയ പട്ടണത്തിൽ വരുമ്പോൾ യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഒരു ഉറവിനരികെയിരുന്നു. അപ്പോൾ ഏകദേശം 6-ാം മണി നേരമായിരുന്നു. അപ്പോൾ യേശുവിന് ക്ഷീണം അനുഭവപ്പെട്ടു. 4-ന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, യേശുവിന് ദാഹിച്ചു. ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്ന് യേശു അവളോട്, എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചു. യേശുവിന് അതിയായ ദാഹം അനുഭവപ്പെട്ടു. ക്രൂശിൽ കിടക്കുമ്പോഴും യേശു തനിക്ക് ദാഹിക്കുന്നതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 19-ന്റെ 28 നാം കാണുന്നു. അതിനുശേഷം സകലവും വെഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവഴുത്ത് നിവൃത്തിയാകുമെന്ന് എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. യേശുവിന് ജനനം നമ്മെ പോലെ തന്നെ ജനിച്ച് വളർന്നു, മാതാപിതാക്കളുടെ കീഴ്പ്പെട്ട് വളർന്നു. ഇന്നത്തെ കൺമിറ്റി. അതുപോലെ തന്നെ യേശുവിന് ക്ഷീണം അനുഭവപ്പെട്ടു, യേശുവിന് വിശപ്പ് അനുഭവപ്പെട്ടു, യേശുവിന് ദാഹിച്ചു. വിശപ്പ് അനുഭവപ്പെട്ടത് മത്തായി 4-ന്റെ 2-ൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ 40 മുതൽ 40 രാവ് ഉപവസിച്ച ശേഷം അവൻ വിശന്നതായി നമ്മൾ കാണുന്നു. ക്ഷീണം അനുഭവപ്പെട്ടതായിട്ട് മത്തായി 4-38, അവൻ അമരത്ത് തലവെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നത് നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. മർക്കോസ് 4-38. അപ്പൊ ക്ഷീണം മൂലം, അതുപോലെ തന്നെ കുരിശ് ചുമക്കുമ്പോൾ ലൂക്കോസ് 23-ന്റെ 26 കുരിശ് ചുമക്കുവാൻ പ്രാപ്തിയില്ലാതെ തളർന്നു വീഴുന്ന യേശുവിനെ നമ്മൾ കാണുന്നു. അപ്പോൾ യേശുവിന് ഒരു മനുഷ്യ ശരീരമുണ്ടായിരുന്നു. ക്ഷീണവും വിശപ്പും ദാഹവും ഒക്കെ അനുഭവപ്പെടുന്ന ശരീരം. ഉയർത്തെഴുന്നേറ്റ ശേഷവും യേശുവിനൊരു പുനരുത്ഥാന ശരീരമുണ്ടായിരുന്നു. ആ ശരീരത്തിന് അസ്ഥിയും മാംസവും ഉണ്ടായിരുന്നുവെന്ന് ലൂക്കോസ് 24-ന്റെ 39 നമ്മൾ വായിക്കുന്നു. ലൂക്കോസ് 24-ന്റെ 39, ഞാൻ തന്നെയാകുന്നു, എന്റെ കൈയും കാലം നോക്കി അറിവിൻ, എന്നെ തൊട്ടു നോക്കുവിൻ, എന്നിൽ കാണുന്നത് പോലെ ഭൂതത്തിന് മാംസവും അസ്ഥിയും ഇല്ലല്ലോ എന്ന് പറഞ്ഞു.
ഭൂതത്തിന് അസ്ഥി മാംസവും ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് യേശു ശിഷ്യന്മാരോട് പറയുന്നുണ്ട്. അപ്പം യേശുവിന് അതൊക്കെ ഉണ്ടായിരുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിന് ആത്മാവ് മാത്രമല്ല, ഒരു ശരീരവും ഉണ്ടായിരുന്നു. പുനരുദ്ധാന ശേഷവും യേശുവിന് വേണമെങ്കിൽ ആഹാരം കഴിക്കാമായിരുന്നു. ലൂക്കോസ് 24 തന്നെ നമ്മൾ കാണുന്നുണ്ട്, 42-43 വാക്യങ്ങളിൽ. അവർ ഒരു കണ്ണം വറുത്ത മീനും തേൻകട്ടയും അവന് കൊടുത്തു. അത് അവൻ വാങ്ങി അവർ കാണെ തിന്നു. ഇനി സ്വർഗാരോഹണം ചെയ്യുമ്പോഴും 24-ാം അധ്യായം ലൂക്കോസ് 24-51-52 അവരെ അനുഗ്രഹിക്കൽ അവൻ അവരെ വിട്ട് പിരിഞ്ഞു, സ്വർഗാരോഹണം ചെയ്തു. അവർ അവനെ നമസ്കരിച്ചു, മഹാസന്തോഷത്തോടെ യെരുശലേമിലേക്ക് മടങ്ങിച്ചെന്നു. സ്വർഗാരോഹണം ചെയ്തു. അപ്പോസ്തല പ്രവൃത്തിയിൽ അത് പറയുമ്പോൾ, ലൂക്കോസ് പ്രവർത്തികളുടെ പുസ്തകം എഴുതുമ്പോൾ 1-ാം അധ്യായം 9 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ, അപ്പോസ്തല പ്രവൃത്തി 1-ന്റെ 9 മുതൽ 11 വരെ വാക്യങ്ങളിൽ ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്തു, ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റു നോക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. അപ്പം യേശു സ്വർഗാരോഹണം ചെയ്ത് പോയിരിക്കുകയാണ്. പുനരുദ്ധാന ശരീരത്തിൽ പോയിരിക്കുന്ന ആ ശരീരത്തോടു കൂടി നിങ്ങൾ എങ്ങനെ കണ്ടുവോ അതുപോലെ തന്നെ അവൻ മടങ്ങി വരുമെന്ന് ദൂതന്മാർ പറയുകയാണ്. യേശു നമ്മെ പോലെ ശരീരമുള്ളവനായിരുന്നു. പുനരുദ്ധാന ശേഷവും രൂപാന്തരം പ്രാപിച്ച ഒരു ശരീരം, അതായത് മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള ആദ്യജാതനാണ് അവൻ. ദ്രവത്വമില്ലാത്ത അദ്രവത്വമുള്ള ഒരു ശരീരം, ബലഹീനമല്ലാത്ത ശക്തിയുള്ള ഒരു ശരീരം, തേജസ്സുള്ള ഒരു ശരീരം യേശുവിനുണ്ടായിരുന്നു. മാംസവും അസ്ഥിയുമുള്ള ഒരു പെർഫെക്റ്റ് ശരീരം യേശുവിനുണ്ടായിരുന്നു. അപ്പോൾ യേശുവിന് ഒരു മനുഷ്യ ശരീരം ഉണ്ടായിരുന്നു. 2, യേശുവിന് ഒരു മനുഷ്യ മനസ്സും വികാരങ്ങളും ഉണ്ടായിരുന്നു. മനുഷ്യ മനസ്സും വികാരങ്ങളും ഉണ്ടായിരുന്നു. യോഹന്നാൻ 12:27, യോഹന്നാൻ 12:27 അവിടെ പറയുന്നുണ്ട്, നൗ ഈസ് മൈ സോൾ ട്രബിൾഡ്, ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നു, ഇപ്പോൾ എന്റെ ഉള്ളം കലങ്ങിയിരിക്കുന്നുവെന്ന് യേശു പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ തന്നെ 13:21 പറയുന്നുണ്ട്, ജീസസ് വാസ് ട്രബിൾഡ് ഇൻ സ്പിരിറ്റ്. യേശു ഉള്ളം കലങ്ങി എന്ന് പറയുന്നുണ്ട്. മത്തായി 8:10 ശതാധിപന്റെ വിശ്വാസം കേട്ടിട്ട് യേശു അതിശയിച്ചു എന്ന് പറയുന്നുണ്ട്. ശതാധിപന്റെ വിശ്വാസം കേട്ടിട്ട് യേശു അതിശയിച്ചു. യേശുവിന് വികാരങ്ങൾ ഉണ്ടായിരുന്നു. മറ്റൊരു ഉദാഹരണം, നിങ്ങൾക്കെല്ലാം പരിചിതമായ ഒരു ഉദാഹരണം പറയാം. യേശുവിന് വികാരങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതിന് പെട്ടെന്ന് ഓർമ്മയിലെത്തുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും പറയാം. യേശു കണ്ണുനീർ വാർത്തു. കറക്റ്റ്. യോഹന്നാൻ 11:35 പറയുക, യേശു കണ്ണുനീർ വാർത്തു. മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ചെന്ന യേശുവിനറിയാം ദൈവമഹത്വം വെളിപ്പെടേണ്ടതിന് താൻ ലാസറിനെ ഉയർപ്പിക്കുവാൻ പോകുന്നുവെന്നറിയാം. എങ്കിലും ആ ഭവനത്തിലുള്ള തന്റെ പ്രിയപ്പെട്ടവരുടെ ദുഃഖം കാണുമ്പോൾ യേശു അവിടെ കണ്ണുനീർ വാർക്കുകയാണ്. അപ്പോൾ മനുഷ്യ മനസ്സും വികാരങ്ങളും ഒക്കെ യേശുവിനുണ്ടായിരുന്നു. ഇനി മാനുഷികമായ പരിമിതികളിൽ 3-ാമത് പറയുന്നത്, യേശു പാപമില്ലാത്തവനായിരുന്നു. യേശുവിന് മനുഷ്യ ശരീരമുണ്ടായിരുന്നു, മാനുഷികമായ വികാരങ്ങൾ ഉണ്ടായിരുന്നു, അപ്പോൾ തന്നെ പാപമില്ലായിരുന്നു. ജീസസ് വാസ് സിൻലെസ്, ഹി വാസ് വിതൗട്ട് സിൻ. കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, യോഹന്നാൻ 8:46, നിങ്ങളിൽ ആരെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നു? ഒരു പാപമെങ്കിലും ചൂണ്ടിക്കാണിക്കുവാനുണ്ടെങ്കിൽ പറയൂ എന്ന് പറഞ്ഞ് ചലഞ്ച് ചെയ്യുന്ന യേശുവിനെ യോഹന്നാൻ 8:46, യോഹന്നാൻ 18:38 റോമാ ന്യായാധിപനായിരുന്ന ഗവർണറായിരുന്ന പീലാത്തോസ് യഹൂദന്മാരുടെ അടുക്കൽ പുറത്തു എന്ന് അവരോട് പറയുന്നത്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. പീലാത്തോസ് പറയുകയാണ്, അവനിൽ ഒരു കുറ്റവുമില്ല. നിങ്ങളിൽ ആരെന്നെ പാപത്തെ കുറിച്ച് ബോധം വരുത്തുന്നു എന്ന് യഹൂദ സമൂഹത്തോടെ യേശു ചോദിച്ചുവെങ്കിൽ, ഇവിടെ ഇതാ
ഒരു ന്യായാധിപൻ പറയുകയാണ്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. എന്തുകൊണ്ട്? യോഹന്നാൻ 15:10 കർത്താവ് പറയുന്നുണ്ട്, യോഹന്നാൻ 15:10, ഞാൻ എൻ്റെ പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവന്റെ സ്നേഹത്തിൽ വസിക്കുന്നു. യേശു പിതാവിന്റെ കൽപ്പനകൾ പ്രമാണിച്ചവനാണ്. കൽപ്പനകളുടെ ലംഘനമാണ് പാപം. യേശു പാപമില്ലാത്തവനായിരുന്നു. റോമാലേഖനം 8:3 റോമർ 8:3, ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ശ്രദ്ധിക്കണം, യേശു പാപജഡത്തിലല്ല, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ വന്നു. ഫിലിപ്പിയർ പറഞ്ഞു, മനുഷ്യ സാദൃശ്യത്തിലായി. ആദാമിനെ പറ്റി പറഞ്ഞിരിക്കുന്നത്, ഞാൻ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഒരു ബ്രേക്ക് ആകുന്നത്, ചില കാര്യങ്ങൾ പറയാൻ പോയാൽ നമ്മുടെ കൺട്രോളിൽ നിൽക്കുമോ സമയം എന്നുള്ള ചിന്തയിലാണ്. ചില കാര്യങ്ങൾ ഓർമ്മയിലേക്ക് വരുമ്പോൾ അത് പറയണമെന്ന് എൻ്റെ മനസ്സെന്നെ നിർബന്ധിക്കുന്നു. റോമാലേഖനത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ആദാമിനെ പറ്റി പറയുമ്പോൾ 5:14, റോമർ 5:14, വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദാമിന്റെ ലംഘനത്തിന് തുല്യമായി എന്ന് പറയുന്നുണ്ട്. അപ്പം വരുവാനുള്ളവനായ യേശു ക്രിസ്തുവിന്റെ പ്രതിരൂപമായിട്ടാണ് ആദാമിനെ സൃഷ്ടിച്ചിരുന്നത്. സൃഷ്ടിപ്പിൽ ആദാമിലും പാപമില്ലായിരുന്നു. ആ പാപമില്ലാത്ത ആ അവസ്ഥ, അതുപോലെയുള്ള ഒരു ശരീരമായിരുന്നു യേശുവിന്റെ. പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ അവനിൽ പാപമില്ലായിരുന്നു. അവനെപ്പറ്റി 2 കൊരിന്ത്യർ 5:21 പറയുന്നുണ്ട്, പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. ജോൺ മക്കാർദർ എന്ന് പറയുന്ന തിയോളജിയൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ ബൈബിളിനെയും ഒരു വാക്യത്തിൽ സമറൈസ് ചെയ്യാമെങ്കിൽ ഈ വാക്യത്തിൽ അത് വരും, പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. യേശു പാപം അറിയാത്തവനായിരുന്നു, അവനിൽ പാപമില്ലായിരുന്നു. എബ്രായർ 4:15 പറയുന്നുണ്ട്, അവിടുന്ന് പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാണ്. പാപം ഒഴികെ സർവത്തിലും നമുക്ക് തുല്യമായി. എബ്രായർ 4:15. നിങ്ങൾ ഈ വാക്യങ്ങളൊന്ന് കുറിച്ചു വെക്കണം കേട്ടോ. എബ്രായർ 7:26 പറയുന്നുണ്ട്, എബ്രായർ 7:26, ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്, പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തെക്കാൾ ഉന്നതനായി തീർന്നവൻ. അവിടെ പവിത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നത് പരിശുദ്ധൻ എന്നുള്ള പദമാണ്, ഹോസിയോസ് എന്നുള്ള പദമാണ്. ആ പദം നമ്മുടെ കർത്താവിന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പരിശുദ്ധൻ, പരിശുദ്ധൻ. വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്നുണ്ട്, നീയല്ലോ ഏക പരിശുദ്ധൻ. പരിശുദ്ധൻ ഒരുവനേ ഉള്ളൂ. അതാരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ പരിശുദ്ധൻ. ഇന്ന് ലോകത്തിൽ പലരെയും പരിശുദ്ധ, ആ ബാവ ഈ ബാവ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഏക പരിശുദ്ധൻ എന്ന് പറയുമ്പോൾ ഏക എന്നുള്ളത് എൻ്റെ മലയാള ജ്ഞാനത്തിൽ ഏകമെന്ന് പറഞ്ഞാൽ ഒന്നെന്നാണ്. നിങ്ങളെല്ലാം അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നുണ്ടെന്ന് കരുതുന്നു. വെളിപ്പാട് പുസ്തകം 15:4 വാക്യത്തിൽ പറയുന്നുണ്ട്, നീയല്ലോ ഏക പരിശുദ്ധൻ. ഒറ്റ പരിശുദ്ധനേ ഉള്ളൂ. നമുക്ക് വിശുദ്ധീകരിക്കപ്പെടുകയാണ്. എന്നാൽ പരിശുദ്ധൻ എന്ന് പറയുന്നത് ഒരുവനേ ഉള്ളൂ. ഹോസിയോസ് എന്നുള്ള പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ പദം തന്നെയാണ് എബ്രായർ 7:26 പവിത്രൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധൻ. പാപം അവന്റെ അടുത്തൂടെ പോലും പോയിട്ടില്ല. പാപികളോട് വേറിട്ടവൻ. 1 പത്രോസ് 1:19 പറയുന്നു, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്ന. നിർദോഷവും നിഷ്കളങ്കവുമായ ഒരു കുഞ്ഞാട്.
ഊനമില്ലാത്ത കുഞ്ഞാട്. 1 പത്രോസ് 2:22 പറയുന്നു, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അവിടുന്ന് പാപം ചെയ്തിട്ടില്ല. 1 പത്രോസ് 2:22. രണ്ട് വാക്യങ്ങൾ കൂടെ നിങ്ങൾ നോട്ട് ചെയ്തോളൂ, അത് വായിക്കാൻ സമയമില്ല. 2-3 വാക്യങ്ങൾ. 1 പത്രോസ് 3:18 അവിടെ നീതിമാനായി എന്ന് പറഞ്ഞിട്ടുണ്ട്. 1 പത്രോസ് 3:18. 1 യോഹന്നാൻ 2:1 അവിടെ നീതിമാനായ യേശു ക്രിസ്തു എന്ന് പറയുന്നുണ്ട്. 1 യോഹന്നാൻ 2:1. 1 യോഹന്നാൻ 3:6-7 വാക്യങ്ങൾ, അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല എന്ന് തുടങ്ങി, അവൻ നീതിമാനായിരിക്കുന്നത് പോലെ നീതി ചെയ്യുന്നവൻ നീതിമാനാകുന്നു. അപ്പൊ നീതിമാൻ ആകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ യേശു പാപമില്ലാത്തവനായിരുന്നു. ജീസസ് വാസ് വിതൗട്ട് സിൻ, ഹി വാസ് സിൻലെസ്. അടുത്തത്, യേശുവിന്റെ യഥാർത്ഥ മനുഷ്യപ്രകൃതി എന്തുകൊണ്ട് അനിവാര്യമായിരുന്നു? യഥാർത്ഥ മനുഷ്യപ്രകൃതി എന്തുകൊണ്ട് അനിവാര്യമായിരുന്നു? ഞാൻ ഇത്രയും യേശു യഥാർത്ഥ മനുഷ്യനാകുന്നു എന്ന് പറഞ്ഞ് ഊന്നൽ കൊടുക്കുവാൻ എന്തിനെ ബന്ധപ്പെടുന്നു എന്ന് ചിലരെങ്കിലും ചിന്തിക്കും. യേശു ദൈവമല്ലേ? ദൈവത്വത്തെ പറ്റി പറയൂ. അവിടേക്ക് ഞാൻ വരുന്നുണ്ട്. അടുത്ത ക്ലാസ്സിൽ അതാണ് എൻ്റെ ആരംഭം, അവിടെയാണ്. എന്നാൽ അത് നമ്മളെല്ലാം അറിയുന്ന, നമ്മളെല്ലാം വിശ്വസിക്കുന്നു. പക്ഷേ യേശുവിന്റെ യഥാർത്ഥ മനുഷ്യപ്രകൃതി എത്ര അനിവാര്യമായിരിക്കുന്നു എന്നുള്ളത് തിയോളജി സ്റ്റുഡൻസ് ആയിരിക്കുന്നത് നമ്മളത് അറിഞ്ഞിരിക്കണം. അത് കഴിഞ്ഞിട്ട് മറ്റേതും അറിയണം. നമ്മള് യഥാർത്ഥ മനുഷ്യപ്രകൃതി തള്ളിപ്പറയുന്നവരാണ് ഇന്ന് നമ്മുടെ മുസ്ലിങ്ങളും മറ്റും പറയുന്നത്. യേശുവിനെ ക്രൂശിച്ചപ്പോൾ യേശു അല്ല ക്രൂശിച്ച, യേശുവിനെ അങ്ങ് ദൈവം മാറ്റി. എന്നിട്ട് എൻ്റെ അറിവ് ശരിയാണ്, ഞാൻ അവരുടെ ഖുറാനൊന്നും വായിച്ചിട്ടില്ല, കേട്ടറിവാണ്. എൻ്റെ അറിവിൽ ഇങ്ങനെയാണ് കേട്ടിരിക്കുന്നത്. എന്നിട്ട് ആ ഖുറേനക്കാരനായ ശിമോനെയാണ് പിടിച്ച് ക്രൂശിച്ചതെന്നൊക്കെ അവർ പറയുന്നു. എന്തായാലും കൊള്ളാം, യേശുവിനെ അല്ല ക്രൂശിച്ചതെന്ന് അവർ പറയുന്നുണ്ട്. യേശുവിന്റെ മനുഷ്യപ്രകൃതി തള്ളിക്കളയുന്ന ഒരു തത്വചിന്തയായിരുന്നു ഡോസിറ്റിസം. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഡോസിറ്റിസം എന്ന് പറയുന്ന ഹെറസി. ആദിമ നൂറ്റാണ്ടുകൾ മുതൽ തന്നെ, അതായത് 2-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടു കൂടെ തന്നെ ഉയർന്നു വന്നിരുന്ന ഒരു ചിന്താഗതിയാണ്. അതിന് തെളിവാണ് അന്ത്യോക്യയിലെ പാത്രിയാർക്കിസ് ആയിരുന്ന സെറാപ്പിയോൺ, ബിഷപ്പ് സെറാപ്പിയോൺ ഓഫ് അന്ത്യോക്ക്. അതായത് AD 191 മുതൽ 211 വരെ അന്ത്യോക്യയിലെ പാത്രിയാർക്കിസ് ആയിരുന്ന സെറാപ്പിയോൺ പറയുന്നത് യേശുവിന്റെ മനുഷ്യത്വം വെറും മായയായിരുന്നു. യേശു പൂർണ്ണമായും ദൈവം മാത്രമായിരുന്നു. ഇതാണ് ഡോസിറ്റിസ് തത്വചിന്ത എന്ന് പറയുന്നത്. ഡൊക്കെയിൻ എന്നുള്ള വാക്കിൽ നിന്നാണ് ഡോസിറ്റിസം എന്നുള്ള വാക്ക് വന്നത്. ഡൊക്കെയിൻ എന്ന് പറഞ്ഞ ടു അപ്പിയർ, ഇങ്ങനെ കാണുക മാത്രമാണ്, അല്ലാതെ യഥാർത്ഥമല്ല എന്നവർ പറയുന്നു. എന്നാൽ ഇതിനുള്ള മറുപടി അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞിട്ടുണ്ട്. 1 യോഹന്നാൻ 4:2-3 വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ചാട്ടെ. 1 യോഹന്നാൻ 4:2-3 വാക്യങ്ങൾ. യോഹന്നാൻ 4:2 എന്താ സാർ? 1 യോഹന്നാൻ 4:2-3. ദൈവാത്മാവിനെ ഇതിനറിയാം, യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. യേശുവിനെ സ്വീകരിക്കാത്ത ഏതൊരാത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല. അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. വരും എന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കുന്ന ആത്മാവൊക്കെയും ദൈവത്തിൽ നിന്നുള്ളത്. ഇപ്പോൾ സെറാപ്പിയോൻ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഡോസിറ്റിസ് ചിന്താഗതിക്കാർ പറയുന്നത് പോലെ, യേശുവിന്റെ ആ ഭൗതിക ശരീരത്തെ അല്ലെങ്കിൽ മനുഷ്യ പ്രകൃതത്തെ നിരസിക്കുന്നവർ, യോഹന്നാൻ പറയുകയാണ് അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണ് അങ്ങനെയുള്ളവരിൽ വ്യാപരിക്കുന്നത്. യേശുക്രിസ്തു എന്ന് പറയുമ്പോൾ ദൈവത്വത്തെ കൂടെ സൂചിപ്പിക്കുന്ന നാമമാണ്. യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് പറയുമ്പോൾ ദൈവപുത്രൻ ജഡമെടുത്തതാണ് അവിടെ പരാമർശിക്കുന്നത്. യേശുവിനെ സ്വീകരിക്കാത്ത എന്ന് പറയുമ്പോൾ യേശു എന്നത് മനുഷ്യത്വത്തെ സൂചിപ്പിക്കുന്ന നാമമാണ്. അപ്പോൾ മനുഷ്യനായി ജഡമെടുത്ത ദൈവപുത്രനെ സ്വീകരിക്കാത്ത വ്യക്തികളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, എതിർ ക്രിസ്തുവിന്റെ ആത്മാവാണെന്ന് യോഹന്നാൻ സ്പഷ്ടമായി പറയുകയാണ്. യേശുവിന്റെ ദൈവത്വം തള്ളിപ്പറയുന്നത് പോലെ തന്നെ മാരകമായ ഒരു ദുരുപദേശമാണ് യേശുവിന്റെ മനുഷ്യത്വം തള്ളിപ്പറയുന്നത്.
നമ്മുടെ വീണ്ടെടുപ്പിനോടും രക്ഷയോടുമുള്ള ബന്ധത്തിൽ യേശുവിന്റെ ദൈവത്വം പോലെ തന്നെ യേശുവിന്റെ മനുഷ്യത്വവും പ്രധാനമായ ഒരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് ഈ മനുഷ്യപ്രകൃതി ഇത്രയും അനിവാര്യമായി എണ്ണപ്പെടുന്നത്? വൈ വാസ് ജീസസ് ട്രൂ ഹ്യൂമാനിറ്റി ഇനെവിറ്റബിൾ? എന്തുകൊണ്ടാണ് മനുഷ്യപ്രകൃതി അനിവാര്യമായിരുന്നത്? ഒന്ന്, നമുക്ക് പകരമായി അനുസരണപൂർണനാകേണ്ടതിന്. നിങ്ങൾ എൻ്റെ കൂടെ ഒരു 5 മിനിറ്റ് കൂടെ സഹിക്കുമെന്ന് കരുതുന്നു. എങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് അങ്ങ് കവർ ചെയ്യാം. കുഴപ്പമില്ലല്ലോ? സാർ ഇല്ല ഇല്ല കുഴപ്പമില്ല. ഓക്കെ. നമുക്ക് പകരം അനുസരണപൂർണനാകേണ്ടതിന് ആദാം പരാജയപ്പെട്ട സ്ഥാനത്ത് ഉൽപ്പത്തി പുസ്തകം 2:15 മുതൽ 3:7 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആദാം പരാജയപ്പെട്ടു. ആ ചരിത്രം അവിടെ കാണുന്നു. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിലും മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലും പരീക്ഷയെ ജയിച്ചവനായ ഒരുവനെ നമ്മൾ കാണുന്നു. അത് ലൂക്കോസ് വളരെ മനോഹരമായാണ് അത് എഴുതിയിരിക്കുന്നത്. ലൂക്കോസ് 3-ാം അധ്യായത്തിൽ യേശുവിന്റെ വംശാവലി ഇങ്ങനെ എഴുതി വന്നിട്ട് 3-ാം അധ്യായം അവസാനിക്കുമ്പോൾ യേശുവിന്റെ വംശാവലിയുടെ അഗ്രഭാഗത്തായി കാണുന്നത് ആരെയാ? തിരികല്ല, ആദാം ദൈവത്തിന്റെ മകൻ. ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്തതായി ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ അവിടെ പരാജയപ്പെട്ട മകൻ അവിടെ നിൽക്കുമ്പോൾ അടുത്തതായി കാണുന്നത് ആദാം ദൈവത്തിന്റെ മകൻ എന്ന് പറഞ്ഞതിന് തൊട്ടടുത്തതായി ഇതാ ദൈവത്തിന്റെ മകൻ 40 ദിവസം പിശാച് അവനെ പരീക്ഷിച്ചു കൊണ്ടിരുന്നു. ആ ചരിത്രം 4-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നാം കാണുന്നത് പിശാച് യേശുവിനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. 4-ാം അധ്യായം. എന്നാൽ യേശു പരീക്ഷയിൽ പരാജയപ്പെട്ടില്ല. യേശു പരീക്ഷകനെ ജയിക്കുകയായിരുന്നു. പിശാചിന്റെ പരീക്ഷയിൽ പരാജയപ്പെട്ട ആദാമിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് തൊട്ടടുത്തതായി പിശാചിന്റെ പരീക്ഷയിൽ പരാജയപ്പെടാതിരുന്ന ദൈവപുത്രനായ യേശു വരച്ചു കാട്ടുകയാണ്. ദൈവത്തിന്റെ മകനായി സൃഷ്ടിക്കപ്പെട്ട ആദാം പരാജയപ്പെട്ട് പിശാചിന്റെ അടിമനുഖത്തിന് കീഴിലായപ്പോൾ ദൈവം മനുഷ്യനായി ജഡമെടുത്ത്, അതാണ് ദൈവപുത്രനായ യേശു. ദൈവപുത്രനായ യേശു പിശാചിന്റെ മേൽ ജയമെടുത്തു. റോമാലേഖനം 5:18-19 വാക്യങ്ങളിൽ നാം വായിക്കുന്നു, അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണം വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നത് പോലെ ഏകന്റെ അനുസരണത്താൽ അനേകർ നീതിമാന്മാരായി തീരും. ഏകലംഘനത്താൽ എന്ന് പറയുന്നത് ആദാം ദൈവത്തിന്റെ കൽപ്പന ലംഘിച്ചയെ സംബന്ധിച്ചാണ്. അതുപോലെ ഏകനീതിയാൽ എന്ന് പറയുന്നത് യേശു ദൈവകൽപ്പനകൾ പൂർണ്ണമായി അനുസരിച്ചത് സംബന്ധിച്ച് പറയുന്നതാണ്. യേശുവിനെ സംബന്ധിച്ച് യേശു അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി എന്ന് എബ്രായർക്ക് എഴുതിയ ലേഖനം 5:9 പറയുന്നുണ്ട്. അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പം നമുക്ക് പകരമായി അനുസരണ പൂർണ്ണനാകേണ്ടതിന് യേശുവിന്റെ മനുഷ്യപ്രകൃതി അനിവാര്യമായിരുന്നു. 2, നമുക്ക് പകരം യാഗമാകേണ്ടതിന്. മുമ്പ് എബ്രായ ലേഖനത്തിൽ പറഞ്ഞ വാക്യം തന്നെ നിങ്ങൾ ഓർത്താൽ മതി. 2-ാം അധ്യായം 14 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ ഇതിനോട് ബന്ധിച്ച് ഞാനതിനെ ആവർത്തിക്കുന്നില്ല. നമുക്ക് പകരം യാഗമാകേണ്ടതിന്. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി വന്നു. മരണത്തിന്റെ അധികാരം റെഫറൻസ് എന്ന് പറഞ്ഞ സാറേ എബ്രായർ 2:14 മുതൽ 17 വരെ. എബ്രായർ 2:14 മുതൽ 17 വരെ. മൂന്നാമത്തെ പോയിന്റ്, മനുഷ്യപ്രകൃതി. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനാകേണ്ടതിന്. ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ മധ്യസ്ഥനാകേണ്ടതിന്. തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. അപ്പോസ്തലൻ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം 5-6 വാക്യങ്ങൾ. ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു തന്നെ. മധ്യസ്ഥനാകുവാൻ
പ്രാപ്തനായിരിക്കുന്നത് എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തുയേശു. അവിടുന്ന് മനുഷ്യനായിരുന്നത് കൊണ്ട് എബ്രായർ 4:15 വാക്യം, എബ്രായർ 4:15, നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സാധാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവൻ അത്രയും നമുക്കുള്ളത്. അപ്പൊ പാപം ഒഴികെ സർവ്വത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെട്ടവനാകൊണ്ട് നമ്മുടെ ബലഹീനതകൾ അനുഭവിച്ചറിഞ്ഞിട്ടുള്ള യേശുവിനെ, അതായത് നമുക്ക് വിശക്കുമെങ്കിൽ യേശു വിശപ്പ് അറിഞ്ഞിട്ടുള്ളവനാ, നമ്മൾ ക്ഷീണിക്കുമെങ്കിൽ യേശു ക്ഷീണം അറിഞ്ഞിട്ടുള്ളവനാ, നാം ദാഹിക്കുന്നുവെങ്കിൽ നമുക്ക് ദാഹം അറിഞ്ഞവനായ ഒരു മധ്യസ്ഥനാ ഉള്ളത്, നമ്മുടെ എല്ലാ അവസ്ഥകളിൽ കൂടെ കടന്നുപോയവനായ, നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിവുള്ളവൻ. അതുകൊണ്ട് അവിടുന്ന് നമുക്ക് മധ്യസ്ഥനാകുവാൻ പ്രാപ്തനാണ്. അവിടുന്ന് ഇപ്പോൾ നമ്മുടെ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി ഒരു കാര്യസ്ഥനായിട്ട് 1 യോഹന്നാൻ 2:1 വാക്യം, 1 യോഹന്നാൻ 2:1 വാക്യം അവിടെ പറയുന്നുണ്ട്, എന്റെ കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നത്, ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലും നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. പാരാക്ലേറ്റോസ് എന്നുള്ള പദമാണ് അവിടെ കാര്യസ്ഥൻ എന്ന് പരിഭാഷ ചെയ്തിരിക്കുന്നത്. പാരാക്ലേറ്റോസ് എന്ന പദത്തിന് അഡ്വക്കേറ്റ്, അഭിഭാഷകൻ, ഇന്റർസസർ, മധ്യസ്ഥൻ, കൺസോളർ ഓർ കംഫർട്ടർ, ആശ്വാസകൻ, ഹെൽപ്പർ, സഹായി, ഈ അർത്ഥങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ന് നമുക്ക് ഒരു അഭിഭാഷകനായിട്ട്, അല്ലെങ്കിൽ ഒരു മധ്യസ്ഥനായിട്ട്, ഒരു ആശ്വാസകനായിട്ട്, ഒരു സഹായിയായിട്ട് പിതാവിന്റെ വലത്ത് ഭാഗത്ത് യേശുക്രിസ്തു എന്ന കാര്യസ്ഥനുണ്ട്. അവിടേക്ക് പോകാൻ മരിച്ചുപോയ വിശുദ്ധന്മാർക്ക് ആർക്കും സാധിക്കത്തില്ല. മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും ദൈവത്തെ സ്തുതിക്കുന്നില്ല. അവിടോട്ട് ആർക്കും പോകാനൊക്കത്തില്ല. ഒരു മറിയിക്കും പോകാനൊക്കത്തില്ല, ഒരു തോമസ് ലീഹായിക്കും പറ്റത്തില്ല, ഒരു ഗീവർഗീസ് പുണ്യവാളനും പറ്റത്തില്ല, ഒരു പൗലോസ് ലീഹായിക്കും പറ്റത്തില്ല. അവരൊക്കെ ജീവിച്ചിരുന്ന കാലത്ത് അവർ ജീവിച്ച ജീവിതത്തിന് തക്ക പ്രതിഫലം പ്രാപിപ്പാൻ ദൈവത്തിന്റെ ന്യായസനത്തിന് മുൻപാകെ നിൽക്കും. അവരോടുകൂടെ നമുക്കും അവിടെ നിൽക്കാൻ ഇടയാകട്ടെ, തക്ക പ്രതിഫലം പ്രാപിപ്പാൻ ഇടയാകട്ടെ. പക്ഷെ അവർക്കാർക്കും മധ്യസ്ഥനാകുവാൻ കഴിയുകയില്ല. മധ്യസ്ഥനാകുവാൻ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിപ്പാൻ പ്രാപ്തനായി, പിതാവിന്റെ വലത്ത് ഭാഗത്തിരിപ്പാൻ യോഗ്യനായിരിക്കുകയും അപ്പോൾ തന്നെ നമ്മുടെ ബലഹീനതകളിൽ സാധാപം കാണിപ്പാൻ കഴിവുള്ളവനായി നമുക്കൊരു മധ്യസ്ഥനുണ്ട്. ആ മധ്യസ്ഥനാകുവാൻ പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനും, അല്ലെങ്കിൽ യഥാർത്ഥ ദൈവവുമായ യേശു ക്രിസ്തുവിന് മാത്രമേ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ മനുഷ്യർക്ക് മധ്യസ്ഥനാകേണ്ടതിന് അവിടുന്ന് മനുഷ്യനാകേണ്ടത് ആവശ്യമായിരുന്നു. സാറേ, റോമർ 8:34 ഇല്ലേ ഇത്? റോമർ 8:34 റോമർ 8:34 പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്തു. വെരി ഗുഡ്. ചന്ദ്രപ്രഭ ദൈവം അനുഗ്രഹിക്കട്ടെ. റോമർ 8:34 കൂടെ അതിനോട് ചേർത്ത് നിങ്ങൾ വായിച്ചു കൊടുക്കുക. ക്രിസ്തുയേശു നമുക്ക് വേണ്ടി അവിടുന്ന് മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ, അവൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. അവിടെ പാരാക്ലേറ്റോസ് ആയിട്ടിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയാണ്. മധ്യസ്ഥനാകുവാൻ പ്രാപ്തനായിരിക്കേണ്ടതിന് അവിടുന്ന് മനുഷ്യനായിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. 4ാമത്തെ പോയിന്റ്, ദൈവിക പദ്ധതി പൂർത്തീകരിക്കേണ്ടത്. എന്തായിരുന്നു ദൈവിക പദ്ധതി? മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ, ഉൽപ്പത്തി പുസ്തകം 1:26 വാക്യത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിട്ട് അവിടെ പറയുന്നുണ്ട്, അവനോട് എന്താ പറയുന്നത്? സകലത്തിന്മീതെ വാഴട്ടെ എന്ന് കൽപ്പിച്ചു. ഉൽപ്പത്തി 1:26. 28 വാക്യത്തിലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുവീൻ എന്ന് പറഞ്ഞ് അവനെ ആക്കി വെച്ചു. വാഴുവാൻ വേണ്ടി ആക്കിയതാണ്. 8-ാം സങ്കീർത്തനത്തിന്റെ 5-6 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. 6-ാം വാക്യത്തിൽ പറയുന്നു, നിന്റെ കൈകളുടെ പ്രവൃത്തികൾക്ക് നീ അവനെ അധിപതിയാക്കി സകലതും അവന്റെ കാൽ കീഴാക്കിയിരിക്കുന്നു. കൈകളുടെ പ്രവൃത്തികൾക്ക് അധിപതിയാക്കി സകലം അവന്റെ കാൽ കീഴാക്കി. അത് ഉദ്ധരിച്ചുകൊണ്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ ഈ 8-ാം സങ്കീർത്തനം 5-6 ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്,
എബ്രായർ 2:7-8 അവിടെ പറയുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ സകലവും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. ഇപ്പോൾ സകലതും അവന് കീഴ്പ്പെട്ടതായി കാണുന്നില്ല. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ ആ എറ്റേണൽ പ്ലാൻ സകലത്തിന്മീതെ വാഴുക എന്നുള്ളതായിരുന്നു. ദാറ്റ് വാസ് ഗോഡ്സ് ഒറിജിനൽ പ്ലാൻ. എന്നാൽ പാപം ചെയ്തത് നിമിത്തം വാഴുവാനുള്ള അധികാരം അവൻ നഷ്ടമാക്കി. ഒന്നാം മനുഷ്യനായ ആദാം ദൈവകൽപ്പന ലംഘിച്ച് നഷ്ടമാക്കിയതിന്റെ ശിക്ഷ ഒടുക്കത്തെ ആദാമായ ക്രിസ്തു ഏറ്റുവാങ്ങി. അങ്ങനെ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്നവരെ രക്ഷിച്ചു. ഒന്നാം മനുഷ്യനായ ആദാം നഷ്ടമാക്കിയത് തിരികെ പ്രാപിച്ച് തന്നിൽ വിശ്വസിക്കുന്നവരെ തന്നോടുകൂടെ കൂട്ടവകാശികളാക്കി. തന്നോടുകൂടെ അവരെ കൂട്ടവകാശികളാക്കി. ദൈവിക പദ്ധതി പൂർത്തീകരിക്കുവാൻ മനുഷ്യൻ പ്രകൃതി അനിവാര്യമായിരുന്നു. അത് കുറെ വിവരിക്കാനുണ്ട്. ഇനി ഉള്ള പോയിന്റ്സ് ഞാനൊന്ന് പറഞ്ഞു മാത്രം പോകാം. അടുത്ത ക്ലാസ്സിൽ 8:15 കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് 8:15 8:10 8:10 ഉള്ളൂ. 5 മിനിറ്റ് കൊണ്ട് 3 പോയിന്റ് കൊണ്ട് പറഞ്ഞേക്കാം. നമുക്ക് മാതൃകയാകേണ്ടതിന് ഈ ഭൂമിയിൽ വിശുദ്ധരായി ജീവിക്കുവാൻ ദൈവപുത്രൻ മനുഷ്യനായി ജീവിച്ച് മാതൃക കാട്ടിത്തന്നു. യേശു നടന്ന വഴിയിൽ നാം നടക്കണം. ഒരു കാര്യത്തിൽ ഒഴികെ യേശു നടന്ന വഴി നടക്കണം. ഒരു കാര്യത്തിൽ ഒഴികെ. എന്താണ്? പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ആവശ്യമില്ലാത്തത് കൊണ്ട് നാം ആരും പ്രായശ്ചിത്തയാഗമാകേണ്ടതില്ല. യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ച് എന്നേക്കും ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയാണ്. ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്ക് സൽഗുണപൂർത്തി വരുത്തിയിരിക്കുകയാണ്. എബ്രായർ 10:14. അതുകൊണ്ട് നമ്മൾ പ്രായശ്ചിത്തയാഗമാകുവാൻ ശ്രമിക്കേണ്ടതില്ല. എന്നാൽ മറ്റെല്ലാ കാര്യത്തിലും യേശു നടന്ന വഴിയിൽ നാം നടക്കണം. 1 പത്രോസ് 2:21 വാക്യത്തിൽ പറയുന്നുണ്ട്. 1 പത്രോസ് 2:21 അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയി. ഒരു മാതൃക, യേശുവിന്റെ കാൽച്ചുവട് പിന്തുടരുക. 1 പത്രോസ് 2:21. എബ്രായർ 12:2-3. എബ്രായർ 12:2-3 അതിനോട് കൂടെ ചേർത്ത് പഠിച്ചുകൊള്ളുക. ഫിലിപ്പിയർ 3:10-11 വാക്യങ്ങളിൽ പൗലോസ് പറയുന്നുണ്ട്. അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറയുന്നു, അവനിൽ ഇരിക്കേണ്ടതിനും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവരെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവറന്നു. നമുക്ക് യേശു മാതൃകയായിരിക്കുകയാണ്. ഇനി ഒത്തിരി കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. ഞാൻ ഈ പോയിന്റ് തന്നെ നമുക്ക് മാതൃകയാകേണ്ടതെന്നുള്ള ആ പോയിന്റ് തന്നെ തുറന്ന് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. അതിൽ കുറെ കൂടെ കാര്യങ്ങൾ വിവരിക്കേണ്ടതുണ്ട്. ഇന്നത്തെ ക്ലാസ് നമുക്ക് പ്രാർത്ഥനയോടെ അവസാനിപ്പിക്കാം. കർത്താനദാസൻ ചന്ദ്രൻ ബ്രദർ പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്യാം. ക്രിസ്തുയേശുവിൽ കൂടി ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ ഈ നല്ല സാംസന്ധിക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളെ ബൈബിൾ കോളേജിനെ ഇതുവരെ നീ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പഠിപ്പിക്കുന്ന ദൈവദാസന്മാരോട് അവരുടെ നാവോട് കൂടെ ആത്മാവിനാൽ ഞങ്ങളെ പഠിപ്പിക്കുന്നവർക്ക് നന്ദിയോടെ സ്തുതിക്കുന്നപ്പ. ഹല്ലേലൂയ. കർത്താവെ, പഠിപ്പിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ ഞങ്ങളുടെ ഈ ബൈബിൾ കോളേജിലായിരിക്കുന്ന എല്ലാ സ്റ്റുഡന്റുമാരെയും സ്തോത്രത്തോടൊപ്പം കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്വർഗരാജ്യത്തിന് പ്രയോജനമുള്ള മക്കളായി ശോഭിപ്പാൻ ഈ ലോകത്ത് കർത്താവെ യോഗ്യതയുള്ള കൂടെ ഞങ്ങൾ ഓരോരുത്തരും പ്രകാശിപ്പിക്കുവാൻ പഠിച്ച് നിശ്ചയമുള്ളവരായി തീരുവാൻ ഹല്ലേലൂയ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ആരും തന്നെ നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകല്ലേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഈ ബൈബിൾ കോളേജ് തുടങ്ങി നാളെ മുതൽ അതിന്റെ അവസാനത്തോളം എല്ലാ സ്റ്റുഡന്റെയും കർത്താവെ വളരെ പരിജ്ഞാനത്തോടുകൂടി പഠിക്കുവാനും നല്ല മാർക്കോട് ജയം പ്രാപിച്ച് ക്രിസ്തു ശോഭനമായി തീരേണ്ടതിനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ബൈബിൾ കോളേജിനെ അങ്ങ് അവിടുന്ന് അനുഗ്രഹിക്കണം. ആദ്യകൂടന്ത തിരുസാന്നിധ്യം കൊണ്ടുവന്ന് എല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് നേടിയവനെ അവിടെ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. മാനവും മഹത്വവും എടുക്കണം. ഞങ്ങൾക്കായി ജീവനം വെച്ച യേശു കർത്താവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.
കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു